ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസേഷൻ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്ലിയർ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ വീഡിയോ കാണുന്ന വ്യക്തിക്ക് ചെയ്യാൻ കഴിയും. അത് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഉദ്ദേശം ഉണ്ടാവുക. അതായത് ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്ക് അവരുടെ 1000 സബ്സ്ക്രൈബർ, 4000 പബ്ലിക് വാച്ച് അവർ, അല്ലെങ്കിൽ അവരുടെ ഷോർട്സ് വീഡിയോയുടെ വാച്ച് അവർ ലാസ്റ്റ് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, ഷോർട്സ് വീഡിയോയുടെ വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാം. അതെല്ലാം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയുടെ ചാനൽ തീർച്ചയായിട്ടും 100% മോണിറ്റൈസേഷൻ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഞാൻ A to Z കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യാതെ കാണുക കേട്ടോ. എന്നിരുന്നാലും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിക്കാണണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു മാഡത്തിന്റെ ചാനൽ ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഒരു മാഡത്തിന്റെ ചാനൽ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. മാജിക് ഇവിടെ കണ്ടോ, മൂവ്മെന്റ്സ് UK എന്നുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഈ ഒരു മാഡത്തിന്റെ സബ്സ്ക്രൈബർ 2290 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മാഡം അനുമതി തന്നതാണ്. എന്റെ ചാനൽ പരിചയപ്പെടുത്തി പറഞ്ഞോളൂക്ക, മറ്റുള്ളവർക്ക് ഉപകാരം ആവട്ടെ. അപ്പൊ ഇവരെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഒരു ചാനല് UK നിന്നാണ് മാഡം എടുക്കുന്നത് വീഡിയോസ് ഒക്കെ. ഇതിന്റെ മോണിറ്റൈസേഷൻ പേജിലോട്ട് പോകാം. ഓക്കെ, ഏൺ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജാണ്. നമ്മുടെ 1000 സബ്സ്ക്രൈബർ, 4000 പബ്ലിക് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയാൽ, അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരിക. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി. ഒന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സബ്സ്ക്രൈബ്സ് കംപ്ലീറ്റ് ആണ്, വാച്ച് അവർ 5000-ന് മേലെയുണ്ട്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്സിൽ വ്യൂസ് ഉണ്ടെങ്കിൽ, 10 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആണെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി. ഒന്നില്ലെങ്കിൽ വാച്ച് അവർ, ഒന്നില്ലെങ്കിൽ ഷോർട്സ് വ്യൂസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ ഇമെയിൽ മീ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, അതില്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഇമെയിൽ ത്രൂ നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അതല്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് ചെയ്യേണ്ട 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇവിടെ ഓൺ ചെയ്യണം. നിങ്ങളുടെ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ തന്നെ അപ്ലൈ വർട്ട് വരും. ഓക്കെ, അപ്ലൈ ഇവിടെ വന്നിട്ടില്ല, അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. അത് എന്താന്ന് വെച്ചാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ടുള്ള വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഓൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ടേൺ ഓൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു പേജ് വരും. കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു മെയിൽ ID വന്നു. മെയിൽ IDയുടെ പാസ്വേഡ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ടേൺ ഓൺ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇത്തരത്തിൽ ടേൺ ഓൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇമെയിൽ IDയും മൊബൈലും എല്ലാം അത് തന്നെയാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഉണ്ടോ അപ്ലൈ നോ എന്ന് വന്നിട്ടുണ്ട്. അപ്ലൈ നോ ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാത്തതുകൊണ്ട്. ഇവിടെ കണ്ടോ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആയി. ഓക്കെ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആയി. എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഓക്കെ തന്നെയാണ്. ഇവിടെയൊക്കെ ടിക്ക് മാർക്ക് വരണം. ഓക്കെ, ഇത്തരത്തിൽ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഇനി ഈ ഒരു അപ്ലൈ നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജാണ് വരിക. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതിൽ സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്. യൂട്യൂബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അവരുടെ പോളിസിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും എന്നുള്ള ഒരു അക്സെപ്റ്റ് ചെയ്യേണ്ട, ടിക്ക് മാർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആ വഴിയെ കാണിച്ചു തരാം. രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് ആഡ്സൻസ് ആണ്. ആഡ്സൻസ് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് ഇന്ത്യയിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. വിദേശത്താണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ വിദേശത്ത് ചെയ്യാം. ഈ മേഡം ചോദിച്ചപ്പോൾ ഞാൻ ഇന്ത്യയിൽ തന്നെ കൊടുത്തോളൂ, പിന്നീടാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പിന്നീട് അക്കൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണ്ടായി. അപ്പൊ മേഡം ഓക്കെ കുഴപ്പമില്ല, അവർക്ക് ഇന്ത്യയിലത്തെയാണ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് അത് യൂട്യൂബാണ് നോക്കുകയാണ്. നമ്മുടെ ചാനലിൽ യാതൊരു രീതിയിലും കുഴപ്പമില്ല, റീയൂസ്ഡ് കണ്ടന്റ് ഒന്നുമില്ല, മറ്റുള്ള ഒരു കണ്ടന്റ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല, അങ്ങനെയുള്ള അപാകതയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് യൂട്യൂബാണ് ഓക്കെ ആക്കി തരിക. രണ്ടാമത്തെ സ്റ്റെപ്പ് ആഡ്സെൻസ് ആണ്. അത് നോക്കി കാണും. ആഡ്സെൻസ് നിലവിൽ ആഡ്സെൻസ് ഒന്നും ഇല്ല, ഒരു എററും ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ്സെൻസ് നമുക്ക് ഓക്കെ ആക്കി തരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാം സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ ഇതൊക്കെ വായിച്ചു നോക്കേണ്ടതാണ്. എല്ലാവരും ഇത്തരത്തിൽ തന്നെ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കും. എന്നതിന് ശേഷം അക്സെപ്റ്റ് ടേംസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിനായിട്ട് ഇവർ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇവര് അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. നെയിം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇവര് നെയിം എന്താണെന്നുള്ളത് ചോദിക്കാം. അഡ്രസ്സിൽ നെയിം കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്തരം പ്രോഗ്രസിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് പ്രോഗ്രസിങ് ഓക്കെ ആയി ഡൺ എന്ന് വന്നു. ഓക്കെ, ഇനി രണ്ടാമത്തേന് നമ്മൾ പോകുന്നത് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ഈ ഒരു ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് എന്നുള്ള ഈ ഒരു കോളം വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ആഡ്സൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ രണ്ടാമത്തെ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഓൾറെഡി അവർക്ക് ആഡ്സൻസ് ഉണ്ടാവും. അവർക്ക് ഉണ്ടെങ്കിൽ യെസ് ഐ ഹാവ് എ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് കൊടുക്കാം. ആഡ്സൻസ് ഇല്ല എന്നുള്ളവർ നോ ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളത് കൊടുത്താൽ മതി. ആഡ്സൻസ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവർ കേട്ടോ. അപ്പൊ ഈ ഒരു നോ ഐ ഡോണ്ട് ഹാവ് എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളതിൽ കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെയിൽ ID വരുന്നതായിരിക്കും. ഏതാണ് ചാനലിന്റെ മെയിൽ ID അത് തന്നെയാണ്.
അതല്ല നിങ്ങൾക്ക് ആഡ്സൻസ് ഓൾറെഡി ഉണ്ട് വെച്ചാൽ ഈ ഒരു മെയിൽ ഐ ഡി വന്നല്ലോ, ഇതിന്റെ താഴെ തന്നെ യൂസ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ്സൻസ് ഉള്ള അക്കൗണ്ട് ഉണ്ടല്ലോ, ആഡ്സൻസ് ഉള്ള അക്കൗണ്ടിന്റെ മെയിൽ ഐ ഡി അതാണ് ഇതിൽ കൊടുക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആഡ്സൻസ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട. ഈ ഒരു യൂട്യൂബിന്റെ ഈ ഒരു അക്കൗണ്ട് തന്നെ എടുത്താൽ മതി, ഈ ഒരു ഇമെയിൽ ഐ ഡി തന്നെ എടുത്താൽ മതി. അപ്പൊ ഞാൻ ഇത്തരത്തിൽ എടുക്കുന്നു. ആഡ്സൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ആദ്യം എസ് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഇവിടെ എസ്. ഇവിടെ ചാനൽ URL വന്നിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് എന്താണ്, നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അതിന്റെ URL ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഗെറ്റ് മോർ ഔട്ട് ഓഫ് ആഡ്സൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ആദ്യം എസ് കൊടുക്കുക കേട്ടോ. എസ് എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കൺട്രി ചൂസ് ചെയ്യണം. കൺട്രി ചൂസ് ചെയ്യാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ വരും. ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ വരുന്നവരെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ വന്നു. ഇന്ത്യ വന്നത് നമ്മൾ വേണം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇന്ത്യ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത ശേഷം ഇന്ത്യയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് ഇവിടെ വരിക. അതാണ് നമ്മൾ ആഡ്സൻസ് പല കൺട്രി എടുത്തു കഴിഞ്ഞാൽ ആ കൺട്രിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് ഇത്തരത്തിൽ വരിക. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചുള്ള പേജാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ആഡ്സൻസ് മാറ്റി മാറ്റി കളിക്കാൻ പറ്റാത്തത്. ഓക്കെ, ആഡ്സൻസ് ഒരു കൺട്രിക്ക് ഒരെണ്ണം അനുവദിക്കുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ എസ് കൊടുക്കുക. പിന്നെ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജ് വരും. നമുക്ക് നെയിം ആൻഡ് അഡ്രസ് ഒക്കെ കൊടുക്കേണ്ട പേജ് വരും. അത് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. ഒരു ടെൻഷനും വേണ്ട. ഇത് കാണുന്ന ഒരാൾക്ക് 100% അവരുടെ ആഡ്സൻസ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറയുന്നത്. ഓക്കെ, ഇവിടെ നെയിം ഉണ്ടോ, ഇവിടെ നെയിം എന്നുള്ളവിടെ കൂടെ വന്നിട്ടുണ്ട്. ഈ നെയിം ചേഞ്ച് ചെയ്യണം. അവർ നെയിം വേറെ തന്നിരിക്കുന്നത്, അത് ഞാൻ ചേഞ്ച് ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയണേ. നെയിം നിങ്ങൾ കൊടുക്കുക, പാൻ കാർഡിലുള്ള സെയിം നെയിം കൊടുക്കുക. ഓക്കെ, കാരണം ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് പാൻ കാർഡാണ്, അതിലുള്ള സെയിം നെയിം കൊടുക്കുക. അഡ്രസ് ലൈൻ 1 എന്നുള്ളവിടെ നിങ്ങളുടെ ഫുൾ അഡ്രസ്, ഹൗസ് ഏതാണ്, പോസ്റ്റ് ഏതാണ്, അതെല്ലാം പോസ്റ്റ് ഇന്ന വഴി ഇന്ന വിയ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഫുള്ള് കൊടുക്കുക. അഡ്രസ് ലൈൻ 2 എന്നുള്ളവിടെ കോണ്ടാക്ട് എന്ന് എഴുതിയിട്ട് 2 കുത്തിട്ടിട്ട് ഇവിടെ നിങ്ങളുടെ നമ്പർ വെക്കുക, കോണ്ടാക്ട് നമ്പർ. ഓക്കെ, പിന്നെ സിറ്റി ടൗൺ എന്നുള്ളവിടെ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജില്ലയുടെ, നിങ്ങൾ കോഴിക്കോടാണെങ്കിൽ അങ്ങനെ, മലപ്പുറം ആണെങ്കിൽ മലപ്പുറം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാലക്കാടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എറണാകുളം ആണെങ്കിൽ എറണാകുളം, തിരുവനന്തപുരം ആണെങ്കിൽ ട്രിവാൻഡ്രം, ഇതെല്ലാം സിറ്റി എന്നുള്ളവിടെ നിങ്ങളുടെ മെയിൻ ജില്ല ഏതാണ് അത് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഇതുവരെ പിൻ ലെറ്റർ ലഭിച്ചിരിക്കുന്നവരുടെ എല്ലാവരും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പ്രോപ്പറായിട്ട് പിൻ ലെറ്റർ ലഭിച്ചിട്ടുണ്ട്, ഒരു പ്രോബ്ലം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ എന്റെ ടൗൺ എന്ന് പറഞ്ഞാൽ എന്റെ ഇവിടെ ആലത്തൂരാണ്. ഞാനിവിടെ ആലത്തൂർ എന്ന് കൊടുത്തിട്ട് എനിക്ക് ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ പാലക്കാടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ ജില്ല ഏതാണ് അത് കൊടുത്താൽ മതി. ഓക്കെ, പോസ്റ്റ് കോഡ് അത് നിങ്ങളുടെ പിൻ കോഡ് ഏതാണ് അത് കൊടുക്കുക. സ്റ്റേറ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ കേരള ഇവിടെ വരും. അത് നമുക്ക് കേരള എന്നുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നമ്പർ അത് നിങ്ങളുടെ ഫോൺ നമ്പർ ഏതാ, നിങ്ങളുടെ ഫോൺ നമ്പർ അത് കൊടുക്കുക. അത് ഈ കോൺടാക്ട് 2 എന്നോട് കൊടുത്താൽ അതേ നമ്പർ തന്നെ കൊടുക്കാം. അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് ഇതൊന്ന് പൂരിപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ ക്യാപിറ്റലാണ് കൊടുക്കാറുള്ളത്. ആഡ്സൻസിൽ പൊതുവെ ക്യാപിറ്റൽ തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത്. നെയിം ക്യാപിറ്റൽ, അവരുടെ അഡ്രസ്സ് കോൺടാക്ട് എന്ന് എഴുതിയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അവരുടെ ജില്ല ഇടുക്കിയാണ് അത് കൊടുത്തിട്ടുണ്ട്. പിൻകോഡ് പോസ്റ്റ് കോഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്, കേരള, പിന്നെ ഫോൺ നമ്പർ. ഇത്തരത്തിൽ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കണം, ഇവിടെ ഇൻഡിവിജ്വൽ ആയിരിക്കണം കേട്ടോ. അക്കൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഡിവിജ്വൽ ആയിരിക്കണം. ബിസിനസ് ആക്കി കഴിഞ്ഞാൽ അക്കൗണ്ട് വീണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്ത് വേറെ ഒരു ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ബിസിനസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനുള്ള GST കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണോ എന്നുള്ളത് ക്ലിയർ ചെയ്യണം. കാരണം ഇപ്പൊ തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ബിസിനസ് ആയി കഴിഞ്ഞാൽ ബിസിനസ് ആവും, അപ്പൊ അഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് കണ്ട ഇവിടെ നെയിം ഒക്കെ മാറ്റേണ്ടി വരും. ഇൻഡിവിജ്വൽ ആയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല. കണ്ട ഇൻഡിവിജ്വലിന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇതിൽ നെയിം എല്ലാ കാര്യങ്ങളും കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുത്ത ശേഷം അടുത്തൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, ഫൈനലി നമ്മുടെ ചാനൽ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ആക്കിയ ശേഷം, അതായത് ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ സാധിക്കും. ഇന്നത്തെ സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്നത് 2-ാം തീയതിയാണ്, 2/5/2023. ഫസ്റ്റ് ഇത് സ്ക്രീൻഷോട്ട് റെക്കോർഡ് കാണിച്ചു തന്നത് 1/5/2023 അതായത് ഇന്നലെ ചെയ്തത് ഇന്ന് മോണിറ്റൈസ് ആയി എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏൺ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജാണ് ഇവിടെ ഓപ്പൺ ആവുന്നത് കേട്ടോ. ഇതിൽ വാച്ച് പേജ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, ഷോർട്ട് സ്പീഡ് ആർട്സ് വന്നിട്ട്. ഇതെല്ലാം നമുക്ക് എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇത് നിങ്ങൾക്ക് എനേബിൾ ആക്കിയാൽ ഡോളറിൽ ചിഹ്നം വരുള്ളൂ. അപ്പൊ ഇവിടെ ഈ വാച്ച് പേജ് ആർട്സ്, ഓക്കെ, ഇതാണ് നമ്മൾ എനേബിൾ ചെയ്യാൻ പോകുന്നത്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നീല ബാർ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജാണ് വരിക. ടേൺ ഓൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. ഈ ഒരു ഐ അക്സെപ്റ്റ് ദ വാച്ച് പേജ് ടേംസ് എന്നുള്ള ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നതിന് ശേഷം അക്സെപ്റ്റ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ പ്രോഗ്രസ് നടന്നതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും താഴെ ഈ ഒരു കോർണറിലായിട്ട് നെക്സ്റ്റ് എന്ന് കാണാൻ കഴിയും.
അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഓഫ് മൈ എക്സിസ്റ്റിംഗ് വീഡിയോ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ മോണിറ്റൈസ് ആൾ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഐ വിൽ ചൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി. അത്തരത്തിൽ നിൽക്കാണ്ടിരിക്കുക. ഓൾ വീഡിയോ എക്സിസ്റ്റിംഗ് വീഡിയോ ഓൾ ഓഫ് മൈ എക്സിസ്റ്റിംഗ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം മോണിറ്റൈസ് ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആ പേജ് കണ്ടോ, നമ്മുടെ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് മാറിയിട്ട് ഇവിടെ ആ ഒരു പേജ് ഓക്കെ ആയി. ഓക്കെ, ഇനി അടുത്തത് ഷോർട്ട് ഫീഡ് ആഡ്സ് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത ശേഷം ഇവിടെ ഐ അക്സെപ്റ്റ് ദ ഷോർട്ട് ഫീഡ് ടേംസ് എന്നുള്ള ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക, കോളത്തിൽ ടിക്ക് മാർക്ക് ഇത്തരത്തിൽ കൊടുക്കുക. എന്നതിന് ശേഷം അക്സെപ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് ഫീഡിന്റെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഷോർട്സിൽ നിന്നുള്ള ആഡ്സ് കിട്ടാനുള്ള ആ ഒരു ഓപ്ഷന് നമ്മൾ ടേംസ് ഓൺ ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം മെമ്പർഷിപ്പിന്റെയാണ്. അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പിന്റെ എനേബിൾ ചെയ്യാം. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എങ്ങനെയാണ് മെമ്പർഷിപ്പ് എനേബിൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി സൂപ്പർ എന്നുള്ളതാണ്, സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഒക്കെ ചെയ്യേണ്ടതാണ്. അതിന്റെ താഴെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ വരും. ഇത് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ യുവർ നെയിം, അതുപോലെ തന്നെ യുവർ ഇമെയിൽ ഐ ഡി, യുവർ കമ്പനി. ഇവിടെ യുവർ നെയിം എന്നുള്ളത് നിങ്ങളുടെ ആഡ്സൻസിൽ കൊടുത്തിട്ടുള്ള നെയിം, യുവർ ഇമെയിൽ ഐ ഡി എന്നുള്ളവിടെ ആഡ്സൻസിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി എന്താണോ അതാണ് കൊടുക്കേണ്ടത്. അതുപോലെ യുവർ കമ്പനി എന്നുള്ളത് ഇതിന് താഴെ തന്നെ യുവർ കമ്പനി ഉണ്ട്, അതിൽ n/a എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. n/a. ഓക്കെ, ഇത്തരത്തിൽ എഴുതിയ ശേഷം ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പൊ ഞാൻ ആഡ്സൻസിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ പ്ലസിൽ ക്ലിക്ക് ചെയ്തു ഗൂഗിൾ ആഡ്സൻസ് എന്നുള്ളത് ഇവിടെ സെർച്ച് ചെയ്യാൻ കേട്ടോ. ഗൂഗിൾ ആഡ്സൻസ് എന്ന് ഇങ്ങനെ ക്രോമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സൻസിന്റെ പേജ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത്തരത്തിൽ ചെയ്യുക. എന്നുവെച്ചാൽ ഏൺ മണി ഫ്രം വെബ്സൈറ്റ് എന്നുള്ളത് മോണിറ്റൈസേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ആഡ്സൻസിന്റെ പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, സൈൻ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ്സൻസിന്റെ പേജ് ഇത്തരത്തിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പേയ്മെന്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പേയ്മെന്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ഇൻഫോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റ് ഓഫ് ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജ് ഇവിടെ ഓപ്പൺ ആവും. ഓക്കെ, ഇതിലാണ് നമുക്ക് നെയിമും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ നെയിം ഞാൻ ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്തരത്തിൽ സെലക്ട് ചെയ്ത ശേഷം Ctrl+C എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം കോപ്പി ചെയ്തു. എന്നതിന് ശേഷം ചാനൽ മോണിറ്റൈസേഷൻ യൂട്യൂബിന്റെ ആ ഒരു പ്രൊസീജിയറിലേക്ക് പോയിട്ട് ഇവിടെ നമ്മൾ യുവർ നെയിം എന്നുള്ളവിടെ ഇതൊന്ന് Ctrl+V എന്നുള്ളത് സെലക്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഇമെയിൽ ഐ ഡി ആണ്, അതും ആഡ്സൻസിന്റെ ഇമെയിൽ ഐ ഡി ഇത്തരത്തിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം അത് സെലക്ട് ചെയ്യുക. ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത ശേഷം അതിന് കോപ്പി ചെയ്യുക. Ctrl+V കോപ്പി ചെയ്ത ശേഷം വീണ്ടും മോണിറ്റൈസേഷൻ പേജിലോട്ട് പോയ ശേഷം ഇത്തരത്തിൽ ആ ഒരു മെയിൽ ഐ ഡിയും ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത ശേഷം എല്ലാം കംപ്ലീറ്റ് ആയി. ഇവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇനി അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. മോണിറ്റൈസേഷന്റെ ഈ ഒരു സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സിന്റെ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നമുക്ക് 3 എണ്ണം വരും, അതിൽ ഒന്ന് മാത്രം സൂപ്പർ ചാറ്റ് ഏതെങ്കിലും ഒന്ന് നമുക്ക് എനേബിൾ ചെയ്താൽ മതി. അപ്പൊ ഞാൻ സൂപ്പർ ചാറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമുക്ക് എനേബിൾ ആയി വരുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ 3 കാര്യങ്ങൾ എനേബിൾ ആയി. ഇത്തരത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. വാച്ച് പേജ് ചെയ്തു, ഷോർട്സ് ഫീഡ് ആഡ്സ് ചെയ്തു. മെമ്പർഷിപ്പ് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നിങ്ങൾക്ക് ജോയിൻ മെമ്പർഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കി കാണാം. ഓക്കെ, സൂപ്പർ ചാറ്റും ചെയ്തു. സൂപ്പർ ചാറ്റ്, സൂപ്പർ താങ്ക്സ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറൊക്കെ എനേബിൾ ചെയ്തു. ഇനി കണ്ടന്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയ്ക്കും മോണിറ്റൈസേഷൻ എനേബിൾ ആണോ നോക്കാം. ഇവിടെ കണ്ടോ, എനേബിൾ ആണ്. ഓഫ് ആയിട്ട് കാണുന്നത് ഷോർട്സ് വീഡിയോയുടെയാണ്. അത് പല മ്യൂസിക്കുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മോണിറ്റൈസേഷൻ കൊടുക്കുന്നതല്ല, അതുകൊണ്ടാണ് അത് മോണിറ്റൈസേഷൻ ഓഫ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്കിയുള്ള വീഡിയോസിനൊക്കെ അത് ഓൺ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കാണേണ്ട കഴിഞ്ഞാൽ എങ്ങനെയാണ് മോണിറ്റൈസേഷന്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. എങ്ങനെയാണ് മോണിറ്റൈസേഷന്റെ ടോട്ടൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഈ വീഡിയോ കണ്ട ഒരു വ്യക്തിക്ക് മനസ്സിലാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഇതുപോലെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ട് മാത്രം വീഡിയോസ് പബ്ലിഷ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒരാളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസ് ചെയ്യേണ്ടത്, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒരു വ്യക്തി ചെയ്ത് ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ എന്താണ് ഇനി അടുത്തത് എന്ന് ചിന്തിക്കാറുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്നും ഞാൻ ഇതിലൂടെ വിവരിച്ച് പറഞ്ഞുതരാം. അതായത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കുക, പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഓൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നമ്മുടെ ചെക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കംപ്ലീറ്റ് ആയ ശേഷം മാത്രം പബ്ലിഷ് ചെയ്യുക. അത് ചെക്കിംഗ് കംപ്ലീറ്റ് ആവാതെ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡോളർ നമുക്ക് ലഭിക്കുന്നതല്ല. ആ വീഡിയോക്ക് ഡോളർ മോണിറ്റൈസേഷൻ എനേബിൾ ആയാൽ കൂടി ഡോളർ വരുന്നതല്ല. ചെക്കിംഗ് കംപ്ലീറ്റ് ആയാലേ ഡോളർ നമുക്ക് ലഭിക്കുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തിട്ട് ചെക്കിംഗ് കൂടി കംപ്ലീറ്റ് ആയ ശേഷം പബ്ലിഷ് ചെയ്യുക. ഓക്കെ,
ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക. $10 നിങ്ങളുടെ അനലിറ്റിക്സിൽ കാണിക്കും. അനലിറ്റിക്സിൽ കാണിച്ച ശേഷം ആ $10 എല്ലാ മാസവും 10-ാം തീയതിയാണ് ആഡ്സെൻസിലോട്ട് അപ്ഡേറ്റ് ആകുക. ആഡ്സെൻസിലോട്ട് $10 ആയ ശേഷം ആഡ്സെൻസിൽ $10 അതിന് മുമ്പോ നിങ്ങൾക്ക് ID വെരിഫിക്കേഷൻ ചെയ്യാൻ പറയും. അപ്പോൾ ആഡ്സെൻസിൽ നിങ്ങൾക്ക് ID വെരിഫിക്കേഷൻ ചെയ്യാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾ ID വെരിഫിക്കേഷൻ ചെയ്താൽ മതി. ID വെരിഫിക്കേഷൻ ചെയ്ത ശേഷം 4 വീക്കിന്റെ ഉള്ളിൽ 4 ആഴ്ചന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പിൻ ലെറ്റർ നിങ്ങളുടെ വീട്ടിലോട്ട് വരും. ഓക്കെ, ID വെരിഫിക്കേഷൻ സക്സസ് ആയ ശേഷം 4 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് പിൻ ലെറ്റർ വീട്ടിലോട്ട് വരും. പിൻ ലെറ്റർ നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് $10 തൊട്ടിട്ട് $100 ഇടയിലായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കാൻ ആഡ്സെൻസിൽ കൊടുക്കാൻ വരും. അപ്പൊ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്താൽ മതി. $100 നിങ്ങളുടെ ആഡ്സെൻസിൽ എപ്പോൾ ആവുന്നോ അവിടെ നിങ്ങളുടെ $100 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മാസവും, അതായത് $100 ഉണ്ടായിരിക്കണം, മിനിമം $100 ആഡ്സെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ആഡ്സെൻസിൽ എത്ര ഡോളർ, 100-ൽ കൂടുതൽ എത്ര ഡോളർ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ കഴിയും. അത് നിങ്ങൾ വീഡിയോ പ്രോപ്പറായി ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ പ്രയത്നിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഡോളർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് മിനിമം $100 എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ്സെൻസ് ത്രൂ നിങ്ങളുടെ ബാങ്കിലോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ $99 ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് കിട്ടില്ല. ഇനി അതിന്റെ അടുത്ത മാസം അതിലൂടെ ഇൻക്ലൂഡ് ആയിട്ട് അതിന്റെ അടുത്ത മാസത്തെ ഡോളറും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് അതിന്റെ അടുത്ത മാസം കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ $100 മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാസം തന്നെ, അതായത് എല്ലാ മാസവും 10-ാം തീയതിയാണ് കയറുക. ഇപ്പൊ ജനുവരി എന്നുള്ള മാസത്തെ നിങ്ങളുടെ കയറുന്നത് ഫെബ്രുവരിയിലായിരിക്കും. ഓക്കെ, ഫെബ്രുവരി 10-ാം തീയതിയാണ് കയറുക. ഓക്കെ, അപ്പൊ ജനുവരിയിലുള്ള ടോട്ടൽ റവന്യൂ ഫെബ്രുവരി 10-ാം തീയതിയാണ് കിട്ടുക. ആ 10-ാം തീയതി കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ്സെൻസിൽ കയറി കഴിഞ്ഞാൽ അതേ മാസം 21 to 27 ഉള്ളിലാണ് നിങ്ങൾക്ക് ബാങ്കിലോട്ട് ക്യാഷ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് പ്രൊസീജിയർ. അപ്പൊ ഇതിലൂടെ മോണിറ്റൈസ് ചെയ്യുന്ന വ്യക്തികൾക്ക്, അതായത് ചാനൽ അവരുടെ മോണിറ്റൈസ് ആയ ശേഷം ഇനി അങ്ങോട്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ലഘുവായിട്ടുള്ള ഒരു കാര്യം ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നാണ്. കാരണം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് ഇനി പൈസ വരിക എന്നുള്ളതും കൂടി അറിയണമല്ലോ. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത്. ഇതിന് മുമ്പും ഒരുപാട് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്ക് ഇനി ഇതെല്ലാം കഴിഞ്ഞു, ഇനി അടുത്തത് എന്ത് എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞു തന്നത്. നിങ്ങൾ വീഡിയോ റെഗുലറായിട്ട് ഇടുക, മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുക, പരിശ്രമിക്കുക, നല്ല രീതിയിൽ തന്നെ വിജയിക്കാൻ തുനിയുക. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരിശ്രമം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം $10 ഏൺ ചെയ്യാൻ, $10 ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം നിങ്ങളുടെ കരസ്ഥമായി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഏണിങ്സ് നേടിക്കൊണ്ട് നിങ്ങൾ വിജയിക്കട്ടെ, ഉന്നതിയിൽ എത്തട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.